ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يريدون أن يطفئوا نور الله بأفواههم ويعبى الله إلا أن يتم نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് അതിന്റെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി അവരെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ ലോകത്തോട് വിട പറയുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു തൗബയിലെ 32-33 വചനങ്ങളാണ് ആമുഖമായി ഞാൻ ഓതി കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം മതത്തെ പരിചയപ്പെടുത്തിയ 2 പ്രധാന പദപ്രയോഗങ്ങളുണ്ട്. ഒന്ന് നൂറും മിനല്ലാഹ് എന്നാണ്. ഇസ്ലാം എന്നാൽ അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള വെളിച്ചമാണ്, പ്രകാശമാണ്. മറ്റൊന്ന് പരിചയപ്പെടുത്തിയ സിറാത്തുൽ മുസ്തഖീം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്കുള്ള ശരിയായ മാർഗമാണ് എന്നാണ്. അപ്പൊ ഇസ്ലാം മതം എന്ന് പറയുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പരിചയപ്പെടുത്തിയത് ഇസ്ലാമിനെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വെളിച്ചത്തെ, പ്രകാശത്തെ സ്വീകരിക്കാൻ തൗഫീക്ക് കിട്ടിയെന്നതിന്റെ അർത്ഥം. ഇസ്ലാം എന്നുള്ളത് വെളിച്ചമാണ്, പ്രകാശമാണ്. എങ്ങോട്ടുള്ള പ്രകാശമാണെന്ന് ഖുർആൻ പരിചയപ്പെടുന്നത് സിറാത്തുൽ മുസ്തഖീം, പ്രപഞ്ച സൃഷ്ടാവിലേക്ക് ചെന്നെത്താനുള്ള വഴിക്കുള്ള വെളിച്ചത്തിനാണ് ഇസ്ലാം എന്ന് പറയാം. അപ്പൊ ഒരാൾ ഇസ്ലാം സ്വീകരിച്ച അതിനർത്ഥം അയാൾക്ക് ദൈവികമായ പ്രകാശത്തും സ്വീകരിക്കാൻ അയാൾക്ക് തൗഫീക്ക് കിട്ടി.
ആ തൗഫീഖ് കിട്ടുക വഴി അയാൾ എത്തിപ്പെട്ടത് സിറാത്തുൽ മുസ്തഖീമിലാണ്. ഏറ്റവും ശരിയായി അയാളുടെ പ്രകൃതിക്ക് അനുകൂലമായി സത്യപരമായി ദൈവം നൽകിയ, പ്രപഞ്ച സൃഷ്ടാവ് നൽകിയ വഴിയിൽ അയാൾ എത്തിപ്പെട്ടു എന്നതാണ് ഇസ്ലാം ഉൾക്കൊള്ളാൻ തൗഫീഖ് കിട്ടി, ഭാഗ്യം കിട്ടിയ എന്ന് പറഞ്ഞാലുള്ള ആശയം ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. മനുഷ്യ ജീവിതത്തിലെ പ്രകാശത്തിന്റെ, വെളിച്ചത്തിന്റെ പ്രാധാന്യവും അല്ലെങ്കിൽ വെളിച്ചം നിർവഹിക്കുന്ന ധർമ്മം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വളരെ ഖേദകരം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം എന്ന ഈ പ്രകാശത്തിന് നേരെ മഹാഭൂരിഭാഗം ആളുകളും കണ്ണടച്ച് സ്വയം ഇരുട്ടിൽ തപ്പുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം എന്നുള്ളതാണ്. ഇസ്ലാം എന്നത് പ്രകാശമാണെന്നും ആ പ്രകാശത്തിന് നേരെ മനഃപൂർവം കണ്ണടച്ച് സ്വയം അവർ ഇരുട്ടിൽ തപ്പുക വഴി ജീവിതം കൂടുതൽ ദുസ്സഹമാകുകയും അവരുടെ ജീവിതത്തിൽ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കാതെ നഷ്ടക്കാരായി പെട്ടുപോകുന്ന ദുർഗതി അത്തരം ആളുകൾക്കുണ്ടാകും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇസ്ലാമിനെ സ്വീകരിക്കാൻ കഴിയുക അല്ലെങ്കിൽ ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളത് അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അങ്ങനത്തെ ഭാഗ്യം, ഈ പ്രകാശം സ്വീകരിക്കാൻ, ശരിയായ ഈ വഴിയിൽ എത്തിച്ചേരാൻ ഭാഗ്യം കിട്ടുക ആർക്കാണെന്നും ഖുർആൻ അവരുടെ നിലപാടും സമീപനങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ഖുർആൻ പറഞ്ഞ ഒരു കാരണം, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി, ആരുടെ ഹൃദയങ്ങൾക്കാണ് അള്ളാഹു വിശാലത നൽകുന്നത് അവർ അള്ളാഹുവിന്റെ പ്രകാശത്തിൽ ചെന്നെത്തുമെന്നുള്ളതാണ്. അപ്പൊ ഹൃദയത്തിൽ വിശാലത ലഭിച്ചാൽ എന്ന് പറഞ്ഞാൽ മുൻധാരണകളും മുൻവിധിയും ഇല്ലാതെ തുറന്ന മനസ്സുമായി ആര് ഇസ്ലാമിനെ സമീപിച്ചാലും അവർ ഈ ദൈവികമായ പ്രകാശത്തിൽ ഇസ്ലാമിന്റെ വഴിയിൽ എത്തിപ്പെടുമെന്നുള്ളതാണ്. ഖുർആൻ ഒന്നുകൂടി പറയുന്നുണ്ട്, ഫമൻ യുരിദുല്ലാഹു യഹ്ദിയഹു യശ്റഹു സദ്റഹു ലിൽ ഇസ്ലാം, ആർക്കാണോ ഈ പ്രകാശം സ്വീകരിക്കാൻ തൗഫീഖ് കിട്ടുന്നത് അത് ആരാണ്? യശ്റഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിനെ ഉൾക്കൊള്ളുവാനും ഈ പ്രകാശത്തെ സ്വീകരിക്കുവാനും അവർ മാനസികമായി പാകപ്പെട്ട ആളുകൾക്ക് ഇതിന് തൗഫീഖ്, ഭാഗ്യം കിട്ടുകയുള്ളൂ എന്നർത്ഥം. അതാണ് ഞാൻ പറഞ്ഞത്, മുൻധാരണകളോ അല്ലെങ്കിൽ മുൻവിധിയും ഇല്ലാതെ തുറന്ന മനസ്സുമായി ഏതു രൂപത്തിൽ ഇസ്ലാമിനെ വിമർശിക്കാനായിക്കൊള്ളട്ടെ, തുറന്നു മനസ്സുമായി ഇസ്ലാമിനെ സ്വീകരിച്ചാൽ അയാൾ ഒരു പക്ഷേ ആ പ്രകാശം ലഭിക്കാൻ ഭാഗ്യം കിട്ടിയവർ ഉൾപ്പെടുമെന്നുള്ളതാണ്. അങ്ങനെ കിട്ടിയാൽ വഹാദാ സിറാത്തുൽ മുസ്തഖീമ, പിന്നെ ശരിയായ ഏറ്റവും ഋജുവായ അള്ളാഹുവിലേക്കുള്ള വഴിയിൽ, ആ മാർഗത്തിൽ ആ മനുഷ്യൻ പ്രവേശിച്ചു കഴിഞ്ഞു. അങ്ങനെ വഴിയിൽ പ്രവേശിച്ച ആളുകളുടെ പര്യവസാനം എന്താണ്? ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം, അള്ളാഹുവിന്റെ അടുത്ത് പരലോകത്ത് സമാധാനത്തിന്റെ ഭവനത്തിൽ ചെന്നെത്താൻ കഴിയുമെന്നുള്ളതാണ് ഖുർആൻ ആത്യന്തികമായി പഠിപ്പിച്ചത്. ആ പ്രകാശം സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടുക, പ്രകാശം കിട്ടിയാൽ ശരിയായ വഴിയിൽ അയാൾ പ്രവേശിക്കും. ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ അവസാനം അയാൾ ചെന്നെത്തുക ദാറുസ്സലാം, സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഭവനമായ സ്വർഗീയ പൂന്തോപ്പിലായിരിക്കുമെന്ന് പര്യവസാനം ഖുർആൻ വിശദീകരിക്കുന്നത്. എന്ത് വേണം? യശ്റഹു സദ്റഹു ഇസ്ലാം, ഇസ്ലാമിനെ തുറന്ന മനസ്സുമായി ഇസ്ലാമിനെ സമീപിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഇനി ആ ഭാഗ്യം കിട്ടാതെ പോകുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അത് ഖുർആൻ പറയുന്നുണ്ട്. വമൻ യുരിദ് അൻ യുദില്ലഹു യജ്അൽ സദ്റഹു ളയ്യിഖൻ ഹറജൻ, ആർക്കാണ് ഈ ഭാഗ്യം, ഈ അള്ളാഹുവിന്റെ ദൈവികമായ പ്രകാശം, ഈ വെളിച്ചം കിട്ടാൻ തൗഫീഖ്, ഭാഗ്യം കിട്ടാതെ പോകുന്ന ആളുകൾ, യജ്അൽ സദ്റഹു ളയ്യിഖൻ ഹറജൻ, കുടുസായ ഞെരുങ്ങിയ മനസ്സുമായി നടക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ആ പ്രകാശം സ്വീകരിക്കാൻ തൗഫീഖ് കിട്ടുകയില്ല. എന്ന് പറഞ്ഞാൽ മുൻവിധിയും മുൻധാരണയുമായി ഈ കുടുസായ മനസ്സുമായി ഇസ്ലാമിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലേക്ക് ആ പ്രകാശം കടക്കുകയില്ല എന്നുള്ളതാണ്. നമുക്ക് ഒരു മുൻവിധിയും ഇല്ലാതെ തുറന്നു മനസ്സുമായി
ഇസ്ലാമിനെ സമീപിച്ച എത്രയോ ആളുകളുണ്ടെന്ന് അറിയാമോ? അവരെ സംബന്ധിച്ചിടത്തോളം ആ ദൈവികമായ പ്രകാശത്തിൽ ചെന്നുപെട്ട ആളുകൾ ധാരാളമുണ്ട്. അവർക്കാണ് അതിന്റെ മാധുര്യം അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. പക്ഷെ മറുവശത്തുണ്ട് ചില മുൻധാരണകളും അല്ലെങ്കിൽ മുൻ വൈരാഗ്യങ്ങളുമായി ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള പകയും വിദ്വേഷവും മനസ്സിൽ നിറച്ച് നടക്കുന്ന ആളുകൾ. അവർ എങ്ങനെയൊക്കെ ഇസ്ലാമിനെ സമീപിച്ചാലും ശരി, അവർക്ക് ആ പ്രകാശം ലഭിക്കാൻ അല്ലെങ്കിൽ ആ വഴിയിൽ പ്രവേശിക്കാൻ സൗഭാഗ്യം ലഭിക്കുകയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഉദാഹരണ സഹിതം ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു, ഇന്നത്തെ ചില ഇസ്ലാം വിമർശനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ നാടുകളിൽ സുലഭമായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. എണ്ണത്തിൽ കുറവാണെങ്കിലും പക്ഷെ അവർ വലിയ ഈ ആധുനിക സംവിധാന രംഗത്തും സോഷ്യൽ സംവിധാന രംഗത്തൊക്കെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയാണ്. സ്വതന്ത്ര ചിന്താഗതിക്കാരോ അതല്ലെങ്കിൽ യുക്തിവാദികളുടെ പേരില്, പിന്നെ വേറെ കുറെ ആളുകൾ എക്സ് മുസ്ലിം എന്ന പേരില്, അങ്ങനെ മത നിഷേധികളെന്ന പേരിലും ഇവരെല്ലാവരെയും നമ്മൾ വായിച്ചു നോക്കിയാൽ അവർക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, ഒരൊറ്റ പോയിന്റ് ഉള്ളൂ. ഇവരെല്ലാം കേവലം ഇസ്ലാം വിരുദ്ധർ മാത്രം. ഇസ്ലാം വിമർശനമാണ് മുഖ്യ അജണ്ട. വേറെ ഒരു മതത്തോടും ഇവർക്ക് ഈ പറഞ്ഞതുപോലെയുള്ള ഒരു വൈരാഗ്യമോ ഒരു പകയോ ഒന്നുമില്ല. ഇസ്ലാം വിരുദ്ധ യുക്തിവാദികൾ എന്ന് പറയുന്നവർ മീൻസ് അതായത് അവർ ഇസ്ലാം വിരുദ്ധരാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എവിടെയും അവർക്ക് ഇസ്ലാമിനെ വിമർശിക്കാനുള്ളൂ, എവിടെയും ഇവർക്ക് ആക്രമിക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ല, ഇവർ എവിടെയും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതും എതിർക്കുന്നതും ഖുർആനിനെ മാത്രമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ ആ രംഗത്ത് ഇസ്ലാമിനെയാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിലുള്ള മുൻധാരണയും മുൻവിധിയുമായി നടക്കുന്നത് കൊണ്ടാണ് അർത്ഥം. എന്റെ ഖുർആൻ ചില സംഗതികൾ പഠിപ്പിക്കുന്നു. നമ്മൾ ഈ ആധുനിക സമകാലിക സാഹചര്യത്തിലെ കൂട്ടി വായിക്കേണ്ട ചില സംഗതികളുണ്ട്. ഖുർആൻ സൂറത്തു ആലി ഇമ്രാനിൽ ചില ആളുകളുടെ മാനസികാവസ്ഥയും നിലപാടും വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മൾ അങ്ങനെയൊക്കെ ഒരു നിലപാടും സമീപനവും മനസ്സും അത്തരം ആളുകൾക്ക് ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമ്മളെങ്കിലും അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിനെ കേൾക്കുമ്പോൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു തരത്തിലുള്ള ഭയം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ആളുകളുടെ ഒരു മുഖ്യ അജണ്ട എന്നുള്ളത്. ഇസ്ലാം എന്ന പേര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിന്റെ വാരത്വം ഒരു മുസ്ലിം എന്നോ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് ഇസ്ലാം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മുസ്ലിങ്ങളാണ് കൂടുതൽ ഉള്ളതെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ പേര് മുസ്ലിം സ്ഥാപനം ആണെങ്കിലോ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ പേരിനോടുള്ള ഇവരുടെ ഒരു പകയുണ്ട്, വിദ്വേഷമുണ്ട്. അങ്ങനത്തെ ഒരു ഭയം പേടി സമൂഹത്തിന്റെ മുമ്പിൽ സൃഷ്ടിച്ചെടുത്തോട്ട് ആളുകളെ ഇസ്ലാമിൽ നിന്ന് അകറ്റുക എന്ന ഒരു അജണ്ടയുമായിട്ടാണ് ആളുകൾ നടക്കുന്നത്. അത് ഞങ്ങൾക്ക് എല്ലാ മതത്തോടും സമദൂര സിദ്ധാന്തമാണെന്നും ഞങ്ങളുടെ മനസ്സ് മതേതര മനസ്സുമാണെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളുടെ മനസ്സിലേക്ക് പോലും ഈ ഇസ്ലാം പേടി എന്ന അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുക എന്ന ഏറ്റവും വർഗീയമായ വിഷം നിറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല, അവസരം കിട്ടുന്ന ഒരു ചാൻസും ഈ പറഞ്ഞ ആളുകളൊന്നും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വിമർശിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും ഒഴിവാക്കാറില്ല. മാത്രവുമല്ല, വേറെ വഴിക്ക് ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടുവരുന്നതാണെങ്കിൽ അവരായിട്ട് അതിനെ തടയുകയുമില്ല. അവർക്ക് കിട്ടുന്ന ഒരു ചാൻസ് എന്ത് ചെയ്യും, പരമാവധി ഉപയോഗപ്പെടുത്തും. ഇനി അവരെല്ലാം മറ്റൊരാളാണ് അവസരം ഉപയോഗിക്കുന്നെങ്കിലോ അവർ വഴി മാറി കൊടുത്തിട്ട് ഇവർക്ക് വേണ്ടി വഴിയൊരുക്കും. അത് ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണെന്ന്. സൂറത്തു ആലി ഇമ്രാനിൽ ഈ ആളുകളുടെയൊക്കെ ഒരു നിലപാട് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു ബിത്താനത മിൻ ദൂനിക്കും, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളല്ലാത്ത ആളുകളെ നിങ്ങൾ രഹസ്യ സൂക്ഷിപ്പുകാരായിട്ട് സ്വീകരിക്കരുത് എന്നുള്ള ആത്മബന്ധം ആരോടൊക്കെ സ്വീകരിക്കാം എന്നുള്ളത് ഇസ്ലാമിന് ചില നിബന്ധനകളുണ്ട്, ചില സമീപനങ്ങളുണ്ട്, നിലപാടുകളുണ്ട്. നിങ്ങൾ അങ്ങനെ സ്വീകരിക്കരുത്. എന്താ കാരണം? ലാ യഅലൂനകും ഖബാല, നിങ്ങൾക്ക് ഒരു അപകടം വരുന്നത് അവരായിട്ട് തടയുകയില്ല എന്നല്ല. ഇസ്ലാമിനെ മുസ്ലിങ്ങൾക്കോ വലിയ അപകടങ്ങളോ ഏതെങ്കിലും ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ
അവരറിഞ്ഞാൽ പോലും അവർ തടയില്ല. പിന്നെയോ വദ്ദുമ അനിൽത്തും, നിങ്ങൾക്ക് എന്ത് പരിക്ക് പറ്റുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ സന്തോഷമായിരിക്കും. ഇസ്ലാമിലെ മുസ്ലിങ്ങൾക്ക് എന്ത് പരിക്ക് പറ്റുന്നത് കേട്ടാലും ശരി, അവർക്ക് നല്ല സന്തോഷമായിരിക്കും. കത് ബദത്തിൽ ബഅല്ലാഹു മിൻ അഫ്വാഹിഹിം, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോടുള്ള പകയും വിദ്വേഷവും അവരറിയാതെ അവരുടെ വായിൽ നിന്ന് പുറത്തു വരും, ഇടയ്ക്കിടയ്ക്ക് വരും. ഇനിയോ വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, നല്ല പറയാണ്, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ വന്നതിനേക്കാൾ വലിയ പകയും വിദ്വേഷമാണ് ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത്. ആ ഉള്ളിലുള്ളതിന് 1% അര ശതമാനമാണ് അറിയാതെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. ഒരു ജില്ലയെ കേൾക്കുമ്പോൾ, ഇസ്ലാമിന്റെ പേര് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ജയിച്ചവരെ കേൾക്കും, അങ്ങനെയൊക്കെയുള്ള ആ കമന്റുകളൊക്കെ ഉണ്ടതാ. അത് ഉള്ളിലുള്ള പക ഇങ്ങനെ വെന്ത് നീറി ഇടക്കിടക്ക് പുറത്തേക്ക് വരും. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഖദ് ബയ്യനാ ലക്കുമുൽ ആയാതി ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഇതൊക്കെ വിശദീകരിച്ച് തരികയാണ് കേട്ടോ. ഹാ അൻതും ഉലായി തുഹിബ്ബൂനഹും വലാ യുഹിബ്ബൂനകും, നിങ്ങൾ ഈ പറഞ്ഞ നിലയിൽ എല്ലാവരെയും മുസ്ലിങ്ങളുടെ മതപരമായ നിലയിൽ എല്ലാവരുടെ സ്നേഹവും സൗഹാർദ്ദവും വച്ച് നിങ്ങൾ ആ സഭയെ എല്ലാവരും സ്നേഹിക്കും. പക്ഷെ അവരാരും നിങ്ങളെ സ്നേഹിക്കുകയില്ല. വതുമിനൂന ബിൽ കിതാബി കുല്ലിഹി, നിങ്ങൾ അള്ളാഹു ഇറക്കിയ എല്ലാ വേദഗ്രന്ഥത്തെയും വേദഗ്രന്ഥം എന്ന നിലയിൽ നിങ്ങൾ അംഗീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾ മാത്രമാണ് ഇതര സമൂഹത്തെ ഉൾക്കൊള്ളുകയും അവരുടെ വേദഗ്രന്ഥത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നത് മുസ്ലിം സമൂഹത്തിലെ ആളുകൾ മാത്രമാണ്. നിങ്ങളെ കണ്ടുമുട്ട കാലു ആമന്ന, അവർ പറയും ഞങ്ങളും നിങ്ങളുടെ ഒപ്പാണ്. നിങ്ങളെ കണ്ടാൽ പറയും ഞങ്ങൾ മതേതര മനസ്സാണ്, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പാണ്, നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നിലകൊള്ളും എന്നൊക്കെ നിങ്ങളോട് പറയും. പക്ഷേ നിങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ, നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളോടുള്ള ആ എതിർപ്പും പകയും കാരണം അവർ വിരല് കടിക്കുന്ന എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ വളർച്ചയിൽ പുരോഗതിയിൽ ആ പക മൂത്തിട്ട് എന്ത് ചെയ്യും, അരിശം തീരാൻ അവനവന്റെ വിരല് കടിക്കും. അള്ളാഹു പറയാണ് കുൽ മൂത്തു ബിഗൈദിക്കും, നിങ്ങളിങ്ങനെ വിരല് കടിച്ച് ഈ അമർഷവും പകയും വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ മരിക്കൂ. ഇന്നല്ലാഹു അലീമും ബിദാത്തി സുദൂർ, അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അറിയും. ഇനി അടുത്ത ആയത്തോട്ട് നിങ്ങൾക്ക് വല്ല ഒരു നന്മയും വന്നാൽ, ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ ഒരു ഗുണം കിട്ടിയാൽ തസൂഉഹും, അവർ അസ്വസ്ഥരായി മാറും. ഇനിയോ നിങ്ങൾക്ക് വല്ല പരിക്ക് പറ്റിയാൽ, ഒരു നഷ്ടം സംഭവിച്ചാൽ യഫ്റഹു ബിഹാ, അവർ നന്നായി ആഘോഷിക്കും, സന്തോഷമായിരിക്കും. മുസ്ലിങ്ങളുടെ വളർച്ചയിൽ, മുസ്ലിങ്ങളുടെ പുരോഗതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം കുട്ടിയാണ് ജയിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിം വ്യക്തിയാണ് അവിടെ വിജയിച്ചതെങ്കിൽ ആകെ അസ്വസ്ഥരായി മാറുവരും, അസ്വസ്ഥത പ്രകടിപ്പിക്കും. ഇനി നിങ്ങൾക്ക് വല്ല നഷ്ടം സംഭവിച്ചാലോ ഇവർ പറയാ അതങ്ങനെ വേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞ് സന്തോഷിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അല്ലാഹു പറയാം, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, വഇൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ സഹിക്കുക, ക്ഷമിക്കുക, ജീവിതത്തിൽ നന്നായി സൂക്ഷിച്ച് മുന്നോട്ട് പോകിയാൽ ലാ യദുറുക്കും കൈദുഹും ശൈആ, അവരുടെ ഒരു കുതന്ത്രവും നിങ്ങളുടെ അടുത്ത് വിലപ്പോകുകയില്ല എന്നാണ്. എത്ര കൃത്യമാണ് ഖുർആൻ പറഞ്ഞത്. ഇതാണ് ഈ പറയുന്ന ആളുകളുടെയൊക്കെ മനസ്സെന്ന് ഖുർആൻ വരച്ചു കാണിക്കാൻ. അപ്പൊ നമ്മള് ഇങ്ങനെ ഖുർആൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ എല്ലാവരെയും ഇങ്ങനെ ഈ കണ്ണിലൂടെ കാണണം. ഖുർആൻ അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ ഒരു വസ്തുത മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത്തരം ആളുകളും സമീപിക്കേണ്ടതും നമ്മുടെ ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കേണ്ടതും എന്ന് പറഞ്ഞാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണോ ഖുർആൻ അത് അനുവദിക്കുന്നില്ല. അങ്ങനെ അവരെ പറഞ്ഞതുപോലെ അതേ നാണയത്തെ അതേ ശൈലിയിൽ അതേ ഭാഷയിൽ തത്തുല്യമായി പറയുവാനും പ്രതികരിക്കുവാനും കൈകാര്യം ചെയ്യാൻ ഇസ്ലാം നമ്മെ അനുവദിക്കുന്നില്ല. ഇത് നമുക്ക് കഴിയാത്തത് കൊണ്ടല്ല, പക്ഷെ ഒരു മുസ്ലിം എന്ന നിലയിൽ ഇസ്ലാം നമ്മെ അനുവദിക്കുന്നത്. ഖുർആൻ എന്താ പറയുന്നതോ, അവരെന്താ ആഗ്രഹിക്കുന്നത്, അവർ ഏതൊരു അവിശ്വാസത്തിലാണ് ഇപ്പോൾ അകപ്പെട്ടത് അതുപോലെ ധാർമ്മികമായി നിങ്ങളും അധപ്പതിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണോ അവർ ധാർമ്മികമായി ഇസ്ലാമിനുടെ മുമ്പിൽ നിൽക്കാൻ, മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ ധാർമ്മികമായും പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ എന്ത് ചെയ്യും, മുസ്ലിങ്ങളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രകോപിപ്പിക്കും. അപ്പൊ എന്ത് ചെയ്യും, അതിനനുസരിച്ച് കിട്ടിയ ആളുകൾ അതനുസരിച്ച് പ്രവർത്തിയാൽ അവരും നിങ്ങളും തുല്യരാകും
ഫതകൂനൂന സവാ. അപ്പോൾ അവർ നിങ്ങൾ തുല്യരായില്ലേ? അവര് പറഞ്ഞ അതേ വർഗീയ നാണയം നിങ്ങളും അതേ രൂപത്തിൽ പ്രതികരിച്ചാൽ നിങ്ങൾ അവർ തുല്യരാകും. അങ്ങനെ ആകാൻ പാടില്ല. കാരണം എന്താ? വലാ തസ്തവിൽ ഹസനത്തു വലാ സയ്യിഅത്തു ഇദ്ഫാ ബില്ലത്തി ഹിയ അഹ്സൻ. ഒരിക്കലും നന്മയും തിന്മയും തുല്യമല്ല. നന്മയ്ക്ക് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്, തിന്മയ്ക്ക് അതിൻ്റെതായ ചില ദൗർബല്യങ്ങളുമുണ്ട്. അതുകൊണ്ട് നന്മ എപ്പോഴും നന്മയായി തന്നെ നിലകൊള്ളണം, തിന്മ ആ തിന്മയായി തന്നെ സമൂഹത്തിൽ നിലകൊള്ളും എന്നൊരു വസ്തുതയാണ്. നിങ്ങൾ ഏറ്റവും മാന്യമായി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളെ സമീപിച്ചുകൊണ്ടായിരിക്കണം കൈകാര്യം. ഇത് പൊതുസമൂഹത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, കൈകാര്യം ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതയാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയമൊക്കെ അതിന് സമയം കഴിയുമ്പോഴൊക്കെ അവസാനിക്കും. പക്ഷെ ഈ അനാവശ്യമായ മതങ്ങൾക്കിടയിലുള്ള വർഗീയമായ ധ്രുവീകരണം നിർത്തിയാൽ ആ മുറിവ് കാലാകാലം സമൂഹത്തിൽ നിലനിൽക്കും. ഇലക്ഷൻ കഴിഞ്ഞ ആളുകൾക്ക് ജയിച്ചു തോറ്റൊക്കെ പോവും. പക്ഷെ ഈ മുറിവ് എന്തിനും ഈ മനുഷ്യരുടെ മനസ്സിൽ വല്ലാത്ത മുറിവുണ്ടാക്കും. ആ മുറിവ് സമൂഹത്തിൽ ഉണ്ടായാൽ സാമൂഹ്യമായ നമ്മുടെ ഐക്യം തകരും. അത് തകരാതിരിക്കാനാണ് ഇസ്ലാം പറയുന്നത്, നിങ്ങൾ ഏറ്റവും മാന്യമായിട്ട്, നമുക്ക് എല്ലാവരും ഇപ്പൊ മുസ്ലിം സമൂഹത്തിൽ ഒരാളെ പറഞ്ഞെങ്കിലും നമ്മൾ അവരെ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഹുദൈബിയ സന്ധിയുടെ രംഗം ചരിത്രത്തിൽ കാണാം. ഹുദൈബിയ സന്ധിയുടെ കരാർ എഴുതി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന മുഈറത്ത് ഇബ്നു ശുഅബ എന്ന് പറഞ്ഞ സഹാബി, അദ്ദേഹം നബിയുടെ അടുക്കൽ ഇരിക്കുക. അപ്പൊ ശത്രുപക്ഷത്തു നിന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വന്നു. അയാൾ വന്നിട്ട് ഇങ്ങനെ നേരെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിയിൽ പിടിച്ച് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. അപ്പോ മുഈറത്ത് ഇബ്നു ശുഅബക്ക് അത് പിടിച്ചില്ല. അദ്ദേഹം ഈ വന്ന മനുഷ്യന്റെ കൈ അങ്ങനെ തട്ടി മാറ്റി. അപ്പൊ ഈ വന്ന ശത്രു പറയാണ്, നീ എപ്പോഴാണ് ഒരു നല്ല ആളായത് എനിക്കറിയാലോ, നീ എനിക്ക് തരാനുള്ള പൈസയൊക്കെ തന്നിട്ട് ബാക്കി കട, നീ പോലെ വലിയ മുസ്ലിം ആകണത്, എനിക്ക് തരാനുള്ള കടമൊക്കെ തന്നിട്ട് അങ്ങനെ വലിയ ആളായ മതി എന്ന രൂപത്തിൽ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്? വഅമ്മൽ ഇസ്ലാമു അക്ബർ. താങ്കൾ ഇപ്പൊ മുഈറത്ത് ഇബ്നു ശുഅബത്ത് ഒരു ആരോപണം പറഞ്ഞതാണ്. അയാൾ മുസ്ലിമായി എന്നതിന്റെ പേരിലാണ്. അയാൾ ഇസ്ലാം സ്വീകരിച്ചത് ഞാൻ അംഗീകരിക്കുന്നു. അമ്മൽ മാലു ഫലസ്തു ബിസാഹിബ്. അയാൾ നിങ്ങൾക്ക് പൈസ തരാൻ ബാധ്യത ഉണ്ടെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല, അത് അയാൾ തന്നെ വഹിക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ ആളാണ്, അതുകൊണ്ടൊക്കെ ഞങ്ങൾ ന്യായീകരിക്കാം, അങ്ങനൊന്നുമില്ല. നമ്മൾ ഏതാണോ ശരി ആ ശരിയെ നമ്മൾ സ്വീകരിക്കുള്ളൂ. തെറ്റ് നമ്മുടെ കൂട്ടത്തിലായ അത് ശരി, തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള ധാർമ്മിക നിലവാരവും നമുക്ക് സംസ്കാരം ഉണ്ടാകുന്നതും ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ. അപ്പൊ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഇങ്ങനെ വിമർശിക്കാൻ, ഞാൻ പറഞ്ഞ എത്രയോ ആളുകൾ, എല്ലാ ആളുകളും ഇപ്പൊ ഇസ്ലാം സ്വീകരിച്ച ആളുകളൊക്കെയും പൂർണ്ണമായി ഇസ്ലാമിനെ പഠിച്ചിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത്? അല്ലല്ലോ. ചില ആളുകൾ നിമിത്തമായി ഇസ്ലാം സ്വീകരിച്ചവരുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു എങ്ങനെ ഇസ്ലാം സ്വീകരിച്ചത്? ഇസ്ലാമിനെ പഠിച്ചിട്ടാ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതൊരു വർഷത്തായിരുന്നു അദ്ദേഹം ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന തന്റെ ജ്യേഷ്ഠപുത്രനെ അബൂജഹൽ അടിച്ചു എന്ന് കേട്ടപ്പോൾ അതില് ആ കുടുംബത്തിന്റെ മഹിമ ഓർത്ത് പോയി. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനും മുഹമ്മദിന്റെ മതത്തിലാണെന്ന് പറഞ്ഞോട് ചേർന്ന ആളാണ്. ഇസ്ലാം പഠിച്ചിട്ടല്ല പിന്നീട് ശരിയായ മുസ്ലിം ആകുന്നത്. അപ്പൊ ചില ആളുകളൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നതൊക്കെയും ചില നിമിത്തങ്ങളായിരിക്കും. ആ നിമിത്തത്തിന് പോലും നമ്മുടെ പ്രവർത്തനം തടസ്സമാകരുത് എന്നർത്ഥം. എത്രയോ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾ മുൻവിധിയും മുൻധാരണയില്ല, തുറന്നു മനസ്സുമായി ഇസ്ലാമിനെ കുറിച്ച് ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കുന്നു. ഈ ഇസ്ലാം വിമർശകർ പലപ്പോഴും അത്തരം കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത് ഈ പറഞ്ഞ നിഷ്പക്ഷമതികളായി തുറന്നു മനസ്സുമായി ഇസ്ലാമിനെ സ്വീകരിച്ച ആളുകൾ, അല്ലെങ്കിൽ ആ പക്ഷം നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അത്ര ആളുകളെ പോലും എന്ത് ചെയ്യാൻ പാടില്ല, മറുവശത്തേക്ക് ആക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തിയോ സംസാരം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. പിന്നെ മറ്റൊരു വസ്തു നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവോ, ഇസ്ലാം എന്ന ഏറ്റവും മഹിതമായ ഈ വെളിച്ചം, ഈ പ്രകാശം ഈ ആളുകൾക്ക് പകർന്നു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ടെന്നർത്ഥം. ഒരു നല്ല വസ്തുവാണ്, പക്ഷെ ഇരിക്കുന്നത് ഒരു മോശമായ കൈകളിലാണെങ്കിൽ ആ വസ്തുവിനെ ആരും വാങ്ങൂല, സ്വീകരിക്കാൻ തയ്യാറാവൂല. വസ്തു മാത്രം നന്നായത് കൊണ്ടായില്ല, അത് ഷെയർ ചെയ്യുന്ന, കൈമാറ്റം ചെയ്യുന്ന, ഇരിക്കുന്ന ആരെ കൈകളുണ്ടല്ലോ ആ കൈയും നല്ല കൈയായിരിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പ്രകാശമുണ്ട്, ഇസ്ലാമിന്റെ വെളിച്ചം, അത് മറ്റുള്ളവർ ആ പ്രകാശം സ്വീകരിക്കണമെങ്കിൽ
നമ്മൾ കൂടി അതിന് അർഹരായ യോഗ്യരായ രൂപത്തിൽ മാതൃകാ ജീവിതം നയിക്കുമ്പോഴേ അതിന് ആളുകൾ സ്വീകരിക്കുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ നിലപാട് ഞാൻ ആമുഖമായി ഓതി വെച്ചൊരു ആയത്തുണ്ടല്ലോ, ആ ആയത്ത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ മുമ്പിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മുടെ രാജ്യത്ത് ജീവിക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ മതേതരത്വം ഒക്കെ പറയാം, അത് ആവശ്യമാണ്, ആ നിലപാട് സ്വീകരിക്കേണ്ടതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറയുന്നതോ യുരീദൂന യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹി, അവർ എല്ലാ നിലക്കും പരിശ്രമിക്കുന്നത് ഇസ്ലാമിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനാണ്, ഈ പ്രകാശത്തെ കെടുത്തിക്കളയാനാണ്. പക്ഷെ അല്ലാഹു പറയാ വയഅബല്ലാഹു ഇല്ലാ യുത്തിമ്മ നൂറു, ഈ പ്രകാശത്തെ പൂർത്തീകരിക്കാതെ അല്ലാഹ് സമ്മതിക്കൂല. അല്ലാഹ് ഇത് പൂർത്തീകരിച്ച് തന്നിരിക്കും. വലൗ കരിഹൽ കാഫിറൂൻ, അവിശ്വാസികൾക്ക് എത്ര അസ്വസ്ഥത പ്രകടിപ്പിച്ചാലും ശരി ഇസ്ലാം എന്ന പ്രകാശത്തെ അല്ലാഹു പൂർത്തീകരിച്ചിരിക്കും. പിന്നെയോ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അല്ലാഹുവാണ് ഈ ദിവ്യ സന്ദേശവുമായി പ്രവാചകനെ അയച്ചത്. എന്തിനാണെന്നോ ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, ലോകത്തുള്ള എല്ലാ ദർശനത്തെയും ഇസ്ലാം അതിജയിക്കണം. അത് വസ്തുതയാണ്. എല്ലാത്തിനെയും അതിജയിക്കാൻ പറ്റുന്ന ദർശനം ഇസ്ലാം മാത്രമേ ഉള്ളൂ. ലോകത്ത് നിലനിൽക്കാൻ, ധാർമ്മികമായി നിലനിൽക്കാൻ അവകാശമുള്ള ദർശനം അത് ഇസ്ലാം മാത്രമേ ഉള്ളൂ. എന്താ കാരണം? ഇത് പ്രപഞ്ച സത്താവിന്റെ മതമാണ്, അവന്റെ പ്രകാശമാണ്. അതുകൊണ്ട് അതിന് മാത്രമേ അവകാശം അർഹതയുള്ളൂ. ഓരോ കിരിഹൽ മുശ്രിക്കൂൻ, ഇത് കേൾക്കുന്നവർക്ക് അസ്വസ്ഥത തോന്നിയാലും പ്രകടിപ്പിച്ചാലും വേണ്ടില്ല, ഇതിനെല്ലാത്തിനെയും അതിജയിക്കും ഇസ്ലാം എന്ന് ഖുർആൻ നമ്മോട് പറഞ്ഞത് അതൊരു വസ്തുതയാണ്. അതാണ് ഇസ്ലാമിന്റെ നിലപാട്, അള്ളാഹുവിന്റെ ശൈലിയും. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു പ്രവചനമുണ്ട്. ലയബഅസന്നല്ലാഹു ഹാദൽ അംറ മാ ബലഅൽ ലൈലു വന്നഹാർ, രാവും പകലും എവിടെയെല്ലാം എത്തുന്നുവോ അവിടെയൊക്കെ ഈ ദീനിനെ എത്തിക്കാതെ അള്ളാഹു ഇത് പൂർത്തിയാക്കുകയില്ല. വലാ യത്റുഖുല്ലാഹു ബൈത മദിനിൻ വലാ വബനിൻ ഇല്ലാ ദഖലഹുൽ ഇസ്ലാം, ഇസ്ലാം എത്താത്ത ഒരു കൊട്ടാരമോ ഒരു ചെറ്റക്കുടിലോ ഭൂമുഖത്തുണ്ടാകുകയില്ല. അവിടേക്ക് അള്ളാഹു ഇസ്ലാമിന്റെ സന്ദേശത്തെ എത്തിയിരിക്കും. ഇത് അള്ളാഹുവിന്റെ ഉത്തരവാദിത്തം, ദൗത്യമാണ്. ഇസ്ലാം എത്തിയിരിക്കുന്ന വസ്തുത. ആ എത്തുന്നതിൽ പ്രവർത്തനത്തിൽ നമ്മൾ കണ്ണുകളായി മാറലാണ് നമ്മുടെ ബാധ്യത. നമുക്കതേ തൗഫീഖ് കിട്ടിയാൽ നമ്മൾ ആ നന്മയിൽ പങ്കാളികളാകും. നമ്മളില്ലാന്ന് വിചാരിച്ചാൽ ശരി, ഇസ്ലാമിന്റെ പ്രകാശത്തെ അള്ളാഹു പൂർത്തീകരിക്കും. ഇസ്ലാം എത്താത്ത ഒരു സ്ഥലവും ലോകത്ത് ബാക്കി ഉണ്ടാകുകയില്ല. അള്ളാഹ് എത്തിയിരിക്കുന്നു. അതാണ് ഇസ്ലാമിന്റെ നിലപാട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗികളായ ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിനും മുസ്ലിം സമൂഹത്തിന് അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وذل الشرك والمشركين. اللهم أحينا للكتاب والسنة ومتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.